അല്ല ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാ. ഒന്ന് നമ്മളിത് നീ ഇപ്പം വൈകി ഇപ്പൊ ഷൈൻ്റെ കേസിലായിക്കോട്ടെ, ഇപ്പൊ ബാസിയുടെ കേസിലായി ബാസി എൻ്റെ അടുത്ത സുഹൃത്താണ്. ഷൈനിനെ അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഇവരൊക്കെ സിനിമയിലും ഈ ഗ്ലാം ആൻഡ് ഗ്ലിറ്റർ വന്നതിന് ശേഷം സിനിമയിൽ വന്ന ഇവരൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. ഓക്കെ. ഇതൊക്കെ വന്നതിന് ശേഷം വളരെ ലേറ്റർ സ്റ്റേജിലാണ് ഇതിലോട്ട് അഡിക്ഷനിലോട്ട് പോയത്. മനസ്സിലായില്ലേ? എൻ്റെ കേസിൽ അതല്ല. ഞാൻ വളരെ നിങ്ങളൊക്കെ ഇപ്പം നീ സ്കൂളിൽ പോയിരുന്ന സമയത്ത് അല്ലെങ്കിൽ നീ LKG ഷെഡ് വിട്ട് പോയിരുന്ന സമയത്താണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ നമ്മുടെ നേരത്തെ അതൊക്കെ നമ്മുടെ ആ സമയത്തുള്ള ജീവിതം, നമ്മുടെ സാമ്പത്തികം അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന സ്ഥലം, നമ്മൾ വളർന്ന സ്ഥലത്തിൻ്റെയും കൂടെയാണ്. അപ്പം വളരെ ഏർലി സ്റ്റേജിൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഇത് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ആളെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ഒരാളുണ്ടാവും അല്ലേ? നമ്മുടെ ഈ ഇരിക്കുന്ന ടേബിളിൽ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരാളുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഒരാൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോവും. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നിരിക്കും. ഇത് നേരത്തെ കാലത്ത് അങ്ങ് നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡീമെറിറ്റ്സും പ്രോസ് ആൻഡ് കോൺസും ഒക്കെ നമുക്ക് തന്നെ ഒരു പ്രായമാകുമ്പോൾ മനസ്സിലാവും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല.